മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 17 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരെ അയച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാർ മടങ്ങി വന്നിട്ട് പറയുകയാണ്, അവരുടെ പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷയിലൂടെയും പിശാചുകൾ പോലും കീഴടങ്ങി എന്നുള്ളത്. അതിൽ സന്തോഷിക്കുക. ഉടനെ ഈശോ അവരോട് പറയാണ്, ഇതിലൊന്നും സന്തോഷിക്കേണ്ട, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുമെന്ന്. ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കും. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ നമ്മളിലൂടെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും. വലിയ വചനപ്രഘോഷണങ്ങളിലൂടെ നമ്മൾ സന്തോഷിക്കും. വലിയ ആളുകൾ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും. വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും. ഈശോ പറയുന്നു, ഇതിലൊന്നും സന്തോഷിക്കേണ്ട, ഉപരി നിന്റെ നാമം സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടാൻ, നിന്റെ ആത്മാവ് നശിക്കാതിരിക്കാൻ നീ എന്ത് ചെയ്തിട്ടുണ്ട്, അതാണ് പ്രധാനപ്പെട്ടത്. അനേകരം പേരെ രക്ഷിച്ചുകൊണ്ട് കാര്യമില്ല, നിന്റെ രക്ഷ, അതിനെക്കുറിച്ചുകൂടെ നീ ചിന്തിക്കണമെന്നും വചനം ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പരിശോധിച്ച് നോക്കുക. എന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, എന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടാവാം, പലർക്കും നന്മ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ സ്വർഗത്തിൽ എന്റെ പേര് എഴുതപ്പെടാനുള്ള ജീവിതം എനിക്കുണ്ടോ എന്ന് നമ്മുടെ ഹൃദയത്തിൽ പരിശോധിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച്, ഈശോയെ, സ്വർഗം നേടിയെടുക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് അപേക്ഷിച്ച് ഈ ദിവസത്തിൽ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നിവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും ദുരാത്മശക്തികളും മുഴുവനും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ ഇവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.